2 ദിവസം. അതിനുള്ളിൽ എനിക്ക് കേൾക്കണം അവളുടെ മരണവാർത്ത. വയ്ക്കോ, പറഞ്ഞത് ചെയ്തിട്ട് ഇനി എന്നെ വിളിച്ചാൽ മതി. ശരി മാഡം. അവൾ ഓടിക്കുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് ചോരയിൽ കുളിച്ച് അവള് കിടക്കുന്ന കാഴ്ച കാണാൻ പോകണം എനിക്ക്. അവളുടെ ശവമടക്ക് കഴിഞ്ഞിട്ട് വേണം ആ വീട്ടിലേക്കുള്ള വേദിയുടെ 2ാമത്തെ പടിയേറ്റം. ഇത്രയ്ക്ക് വലിയ അപകടം വരുത്തണോ ഗൗരിച്ചി? വേണോടി. അവളാ ക്ഷേത്രത്തിനകത്ത് നിർത്തി കത്തിക്കണം. ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ അവളൊരു അപശകനുമായിട്ട് നീലിന് തോന്നണം. അതോടെ അവളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവന്ന പദ്ധതി നീലങ്ങ് ഉപേക്ഷിക്കും. കൊള്ളാം, ഇത് കലക്കും, കലക്കി പൊളിക്കും. അമ്പലത്തിൽ പോലുള്ള തുണി തേക്കുവാണോ? അതെ. എന്താ? അല്ല, എനിക്കിതൊന്ന് തേക്കണായിരുന്നു. ഞാൻ തേച്ചു കഴിയട്ടെ, എന്നിട്ട് തേക്കാം. അയ്യോ, ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകിയില്ലേ. ഒരു കാര്യം ചെയ്, എടുത്തു പോയി ഒരുങ്ങിക്കോ. ഡ്രസ് ഞാൻ അണിച്ചു തരാം. നീ എന്താ വിളിച്ചത്? ഏട്ടത്തിന്നോ? ഇടയ്ക്ക് ഈ വിളി നീ മറന്നതായിരുന്നല്ലോ. പിന്നെ എന്താ ഇപ്പൊ ഒരു സ്നേഹം? അങ്ങനെ സ്നേഹം കൂടിയിട്ടൊന്നും അല്ല, എന്നാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, അതുകൊണ്ട് ഞാൻ അണിച്ചു തരാന്ന് വെച്ചു. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. എന്തൊരു മറവിയാ. ഗുളികയും വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞതാ, ഞാനതങ്ങ് മറന്നുപോയി. എന്നൊരു കാര്യം ചെയ്, എടുത്ത് എന്ന് അച്ഛന് ഗുളിക എടുത്തു കൊടുക്ക, ഞാൻ ഡ്രസ് അയൺ ചെയ്യാം. പൊക്കോ എടുത്തി, ഞാൻ അയൺ ചെയ്യാം. പൊക്കോ എടുത്തി. ഇന്ന് ഈ വീട്ടിലെ കാക്ക മലർന്നു പറക്കുമെന്നാ തോന്നുന്നത്. എന്ത് പറ്റി കാക്കയ്ക്ക്? കണ്ടില്ലേ, തന്റെ സാരി അയൺ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക നന്ദിനി. ഇങ്ങനെ മനസ്സ് മാറാൻ എന്ത് പറ്റിയെന്നാ എന്റെ സംശയം. കൂട്ടിന് ആളില്ലാത്തതുകൊണ്ട് യുദ്ധം വേണ്ടെന്ന് വെച്ച് സമാധാനത്തിന്റെ പാത സ്വീകരിച്ചതാണോ? ആയിരിക്കും. ഇത് ഞാൻ അയൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാ നന്ദിനി വന്ന് അവൾ അയൺ ചെയ്ത് തരാമെന്നും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയത്. സമ്മതിച്ചില്ലെങ്കിൽ അത് പിണക്കം കൊണ്ടാണെന്ന് വിചാരിച്ചാലോ എന്ന് കരുതിയിട്ടാ ഞാൻ അവളെ അയൺ ചെയ്യാൻ ഏൽപ്പിച്ചത്. എന്തായാലും നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സ്നേഹം കാണിക്കുന്നവരെയും
പെട്ടെന്ന് അകലുന്നവരെയും സൂക്ഷിക്കണമെന്നാ പ്രമാണം. ഉള്ളിൽ ചിലപ്പോ വിഷസർപ്പം പത്തി മടക്കി ഇരിപ്പുണ്ടാവും. എന്തായാലും താൻ ഇവിടെ നോക്കിയും കണ്ടുമൊക്കെ നിന്നാ മതി. ഞാൻ ആദ്യം എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഇതേതാടോ ഈ ഫയൽ? അത് ഇതിനു മുമ്പ് ഇങ്ങനൊരു ഫയൽ ഈ അലമാരയിൽ ഇല്ലായിരുന്നല്ലോ. അത് അത് എന്റേതാ. തന്റെയോ? ആ, എന്റെ പഴയൊരു ബാഗിലിരുന്നത് ഞാൻ എടുത്ത് വച്ചതാ. എങ്ങത്താ? അല്ല, എന്താ ഇതിനകത്ത്? മുത്തശ്ശി പണ്ടെന്നെ ഏൽപ്പിച്ചതാ. പഴയ ചില പ്രമാണങ്ങളൊക്കെയാ. പ്രമാണങ്ങളോ? അത് ഏത് സ്ഥലത്തിന്റെ? അല്ല, തന്റെ പേരിൽ ഞാൻ അറിയാത്ത സ്ഥലമുണ്ടോ? അതൊക്കെ ഉണ്ട്. ആരും അറിയാത്ത ചില സ്വത്തുക്കളൊക്കെ എനിക്കും ഉണ്ട്. ഓഹോ, അപ്പോ ഇതൊക്കെ ഞാൻ അറിയാത്ത രഹസ്യങ്ങളാണല്ലേ? തൽക്കാലം ഇതൊരു രഹസ്യം തന്നെയാ. ഓ, അപ്പോ ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളും സ്വാതിക്കുണ്ടല്ലേ? ഇല്ല, ഏട്ടൻ അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും എനിക്ക് ജീവിതത്തിലില്ല. പക്ഷേ എന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ ആകെ തുകയായി ഫയല്. ഏട്ടനോട് അത് പറയാൻ തൽക്കാലം സമയമായിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് വരെ ഏട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യരുത്. അതെ, ഇനി ഞാൻ കാണാതെ ഇതെടുത്ത് നോക്കൂ. ഏയ്, ഞാനേ അത്രയ്ക്ക് ചീപ്പല്ല കേട്ടോ. ആ, തമേ റെഡിയാവ്. കൊള്ളാം. അവക്ക് നല്ലതുപോലെ തേക്കാൻ അറിയാം. ആഹാ, അപ്പോ നീ നന്നാവന്നതിന് തീരുമാനിച്ച മോളെ? വല്യച്ഛനല്ലേ പറഞ്ഞത് എനിക്ക് ഈ വീടിനോട് സ്നേഹമില്ലാന്ന്. അതിനാണോ ഈ ചൂലും കൊണ്ട് ഇറങ്ങിയത്? ശരി, നടക്കട്ടെ. വീട്ടു ജോലിയൊക്കെ ആരും പറയാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ വല്യച്ഛന് മനസ്സിലായോ? ഇപ്പോഴാ നീ ഈ വീട്ടിലെ നല്ല മരുമോളായത്. പക്ഷെ ഒരു കുഴപ്പം പറ്റി. എന്ത് കുഴപ്പം? ഈ മുറ്റം ഇന്ന് രാവിലെ സ്വാതി മോള് നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ടതാ. എന്ന് കരുതി ഒന്നുകൂടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മോള് ധൈര്യമായിട്ട് തൂത്തോ. അടിച്ചു വരിന്നല്ലേ ഉള്ളൂ. തറ നിറയെ പൊടിയാ. നല്ല പോലെ വെള്ളം തൊട്ട് തുടച്ചാലേ പറ്റൂ. ഇവളെന്തോ പദ്ധതി മനസ്സിൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ചൂലും വെള്ളമായിട്ട് ഇങ്ങെത്തില്ല. എന്തായിരിക്കും കാര്യം? ഓഹോ, ക്ഷേത്രത്തിൽ പോകാൻ വരുമ്പോൾ സ്വാതിയുടെ മുന്നിൽ ചൂല് കാണിക്കാം. സൈക്കോളജിക്കൽ മൂവ്. കൊള്ളാം. അച്ഛാ, ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. നീല് പോകുന്നില്ലേ? ഇല്ല ചാ, എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. പ്രാർത്ഥിക്കാൻ വേറെ ആളുണ്ടല്ലോ, അത് മതി. ഇതെന്താ നന്ദിനി, പതിവില്ലാത്തൊരു തൂപ്പും തുടക്കലും ഒക്കെ? ഇനി ഇതൊക്കെ പതിവാക്കണ്ടേ? ഇല്ലെങ്കിൽ ചിലപ്പോ ഇവിടുന്ന് തിരിച്ച് ഇനി വീട്ടിൽ കൊണ്ട് വിട്ടാലോ എന്ന് പേടിച്ച. നന്ദിനി, ഒരു നല്ല വഴിക്ക് പോവാൻ ഇറങ്ങുമ്പോഴെങ്കിലും ഇങ്ങനെ മുള്ളും മുനയും വെച്ച് സംസാരിക്കാതിരുന്നൂടെ? ഓ, ഞാനൊന്നും പറയുന്നില്ലേ. പോയിട്ടോ. അല്ല, വണ്ടി തന്നെ പോണോ ഏട്ടാ? ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം.
ഏയ് അതൊന്നും വേണ്ട. നീൽ മഹേഷിന്റെ ഭാര്യ ഇനി എവിടെ പോയാലും ഡ്രൈവ് ചെയ്ത് തന്നെ പോയാൽ മതി. പിടിക്ക. മോള് ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി അച്ഛാ. ഈശ്വരാ, ആനക്കുട്ടി എഴുന്നള്ളി ഇറങ്ങി. ഇന്ന് പൂരം, പൊടി പൂരം. നിന്ന് കാത്തു. ഗൗരിയേച്ചി വിവരം അറിയിക്കാം. അല്ല, നന്ദിനി എവിടെ? അതിനിടയ്ക്ക് അവൾ തൂപ്പും തുടപ്പൊക്കെ നിർത്തിയിട്ട് പോയോ? എടാ മോനെ, അവൾ ഇവിടെ ചൂലും കൊണ്ട് വന്നത് തൂക്കാനും തുടയ്ക്കാനും ഒന്നുമല്ല. അമ്പലത്തിൽ പോകാൻ വരുന്ന സ്വാതിയുടെ മുമ്പിൽ അപശകനം പോലെ ചൂലുമായിട്ട് നിൽക്കണം, അത്രേ ഉള്ളൂ. കഷ്ടം തന്നെ. ഇവരൊക്കെ ഇനി എന്നാണച്ചാ നന്നാവുന്നേ? അവളിതുവരെ വന്നില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണല്ലോ നന്ദിനി പറഞ്ഞത്. ഇനി വേറെ ഏതെങ്കിലും അമ്പലത്തിലേക്കാണോ പോയത്? നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. ശരി മേഡം. ആനക്കുട്ടി എഴുന്നള്ളി. ഓ, അവളുടെ ഒരു ഗമ കണ്ടില്ലേ? ഒറ്റയ്ക്ക് കാറോടിച്ചു വരാൻ. ഇവളാരാ, മഹാറാണിയോ? എന്റെ ദേവി, അവളുടെ സാരി കത്താൻ സഹായിക്കണേ. പോയിട്ട് വാ മോളെ, ഇന്ന് നിന്നെ ഞങ്ങള് കത്തിക്കും. ഇവിടുന്ന് നീ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് തീ പിടിച്ച അപശകുനമായിട്ടായിരിക്കും. ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും എല്ലാം നല്ല നിലയിൽ വരുമെന്നാ കാണുന്നേ. ഈശ്വരാധീനം ഉണ്ടാകും. ശരി. മോളെ, മോളോട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. കൈ നോക്കി പറയാനാണോ? കയ്യും നോക്കാം. മോള് വന്നേ, അമ്മ പറയട്ടെ. ഇരിക്കും മോളെ. കൈ തരൂ. നോക്കമ്മേ, ഭാഗ്യമുള്ള കൈയാണോ എന്റേത്? ഭാഗ്യമുള്ള കൈ തന്നെയാ മോളുടേത്. മോളെ ജന്മം തന്നവർ ഉപേക്ഷിച്ചിട്ടും ഈശ്വരൻ രക്ഷിച്ചില്ലേ? സൗഭാഗ്യങ്ങളെല്ലാം കൈനിറയെ തന്നില്ലേ? കൈനോട്ടോ? കൊള്ളാം. കൈ നോക്കി ഫലം പറയാൻ ഇവിടെ വല്ല ലോട്ടറി എടുത്തിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്റെ ഭാവി പ്രവചിക്കാമോ? എനിക്കുണ്ടാവുന്നത് ആൺകുട്ടിയായിരിക്കോ അതോ പെൺകുട്ടിയായിരിക്കോ? ആഗ്രഹം ആൺകുട്ടിക്കാണല്ലേ? ഈ തള്ളിത് എന്തൊക്കെയോ പറഞ്ഞെടുക്കുന്നത്? വല്ല കൂടോത്രമാണോ? മക്കൾ ഒന്നിലധികം വരും. അത് ജന്മം കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല, കർമ്മബന്ധം കൊണ്ടും ആവാം. പക്ഷേ ശത്രു കൂടെ തന്നെ ഉണ്ട്.
ഇപ്പോഴും ആ ശത്രു സാന്നിധ്യം പിന്നിലുണ്ട്. സൂക്ഷിക്കണം. അപകടം തീ പോലെ വരും. ഇവൾക്കൊല്ല ഭ്രാന്തുണ്ട് ഇങ്ങനെ കൈ നോക്കാൻ. കഷ്ടം. എങ്കിലും കുട്ടി ഭയപ്പെടണ്ട. ദൈവാധീനം അത് കൂടെ ഉണ്ടാകും. മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. അമ്മേ, ഞാൻ ചോദിച്ചതിന് അമ്മ മറുപടി പറഞ്ഞില്ല. എനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടി തന്നെ ആയിരിക്കും. അതിനും അമ്മ തന്നെ കനിയണം. പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുക. ഞാൻ തൊഴുതിട്ട് വരാം. പോട്ടെ. കുഞ്ഞിനെ അമ്മ രക്ഷിക്കട്ടെ. നന്നായി വരും. തൊഴുതിട്ട് വാടിയ ആനക്കുട്ടി, നിന്നെ ഞങ്ങളിന്ന് ശരിയാക്കി തരാം. ആ നന്ദിനി പിശാചിത് എവിടെ പോയി കിടക്കോ? എവിടെ പോയി കിടക്കുമായിരുന്നു? അയ്യോ, ഗൗരീച്ച് വന്നിട്ട് അധികം നേരമായോ? ഇവിടെ നിന്ന് കിന്നാനം പറയാതെ അങ്ങോട്ട് മാറി നിൽക്കാം. ആരെങ്കിലും കണ്ട കുഴപ്പമോ? സാധനം കിട്ടിയോ? ആ, ചേച്ചി പറഞ്ഞ സാധനം. ഓ, ഇത് കണ്ടുപിടിക്കാൻ പറ്റ പാട്. നീ പറഞ്ഞ ആളെവിടെ? അവര് വന്നോ? അവരൊക്കെ എപ്പോഴേ എത്തി. എന്നെ കുറച്ചുമ്പോ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ട് എവിടെ? അവരിവിടെ എവിടെയെങ്കിലും കാണും. കറക്റ്റ് സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്തോളൂ. ആ, പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു. എന്റെ പൊന്നേച്ചൊന്ന് വേഗം വാ. കുഞ്ഞെ, ഞാനെന്താ ചെയ്യണ്ടേ? ചേച്ചി വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞ കക്ഷിയെ ഈ അമ്പലമുറ്റത്ത് എവിടെയെങ്കിലും പിടിച്ചു നിർത്തി നല്ല വെയിലത്ത് നിന്ന് എന്തെങ്കിലും ഇത്ര നേരം സംസാരിക്കാം. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റുപോളെ. എന്നാ പൊയ്ക്കോ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആരും കാണണ്ട. പൊയ്ക്കോ. ഇവരെ വിശ്വസിക്കാലോ അല്ലേ? പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അത് മതി. അപ്പൊ തുടങ്ങാം ഓപ്പറേഷൻ സ്വാതി. എന്റെ ദേവി, ഏട്ടന് ഒരു അബദ്ധം വരത്തില്ലേ? ഞങ്ങൾക്കൊരു നല്ല മോനെ തന്ന് അനുഗ്രഹിക്കണേ ദേവി.
എന്താ മോളെ, ഇന്നത്തെ പ്രാർത്ഥന വലിയ ഗൗരവമുള്ളാണെന്ന് തോന്നുന്നു. എന്റെ എല്ലാ പ്രാർത്ഥനയും ഈ നടക്കില്ലല്ലേ തിരുമേനി. ഏട്ടന്റെ പുതിയ സിനിമ തുടങ്ങുക, അതിന്റെ പ്രാർത്ഥനയും വഴിപാടുവാ. ദേവി രക്ഷിക്കും. അപേക്ഷിക്കുന്നവരെ ദേവി ഒരിക്കലും ഉപേക്ഷിക്കില്ല. ശരി തിരുമേനി. ആയിക്കോട്ടെ. ഹലോ മാഡം. ഡാനി, എന്തായി? ഞാനിവിടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് മാഡം. പക്ഷേ അവളുടെ കാറിന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നല്ല തിരക്കുണ്ട് ഇവിടെ. അവിടുന്നുള്ള യാത്ര അവളുടെ ഒടുക്കത്തെ യാത്രയായിട്ട് മാറണം. ആരുടെ കണ്ണുവെട്ടിച്ചായാലും വന്ന കാര്യം സാധിക്കണം. യെസ് മാഡം. മോളെ സ്വാതി, മോളെന്താ ഒറ്റയ്ക്ക്? നീൽ സാർ വന്നില്ലേ? ഇല്ല, ഏട്ടൻ വന്നില്ല. അയ്യോ, അതെന്താ പറ്റി? അല്ല, എനിക്ക് ചേച്ചി ശരിക്കും മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ പരിചയം? അയ്യോ, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. പക്ഷെ നമ്മൾ അയൽക്കാരാ. ആണോ? അയ്യോ ക്ഷമിക്കണം ചേച്ചി, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വരാവോ? എന്താ കാര്യം? വേദയുടെ കാര്യമാ. വരൂ, ഇവിടെ നിന്നാ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആരെങ്കിലും കാണും. വാ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പറയാം, കേട്ടോ. വസുമതി പണി പറ്റിച്ചു മോളെ. ഇനി ആ കളി നീ നോക്കിക്കോ. ഇതിന് കത്തോ ഗൗരിച്ചി? കത്തുന്നില്ലല്ലോ. കത്തുവടി. ഇല്ലെങ്കിൽ ഞാൻ കത്തിക്കും, നീ നോക്കിക്കോ. കണ്ടോടി അവൾ നിന്ന് കത്തുന്നത്. നിങ്ങൾ പറയുന്നൊന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ? വേദയാണോ? അത് പിന്നെ വേദ തന്നെയാ പറഞ്ഞേ.
വേദയെ നിങ്ങൾക്ക് എങ്ങനെ പരിചയം? അയ്യോ മോളെ തീ തീ അയ്യോ ഈശ്വര